ഒന്ന് അവർ വാങ്ങിച്ചു എന്നതിനകത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ട്, ഇവർ ദിയയ്ക്ക് എൻ്റെ മകൾക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ വാങ്ങിച്ച അതേ GPayയിൽ നിന്ന് എൻ്റെ മോൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ശരിയാ. എന്നിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ എന്നും പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ കുട്ടികൾ എവിടെയെങ്കിലും പോയി പണം വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്തിട്ടല്ലേ എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റൂ. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഓക്കെ പോയിന്റിലോട്ട് വരാം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ വിഡ്രോയിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എല്ലാ ദിവസവും. അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് GPay ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡിജിറ്റലായിട്ട് തെളിവുണ്ട്. ഈ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി നീ നിന്റെ കൂട്ടുകാരും കൂടി കളിച്ച വൃത്തികെട്ട പൊറാട്ട് നാടകമല്ലട ഈ കേസ്. സത്യം പറഞ്ഞു. ഇതിനപ്പുറത്തൊന്നുമില്ല. ഈ രണ്ട് കാണിക്കാത്തടത്തോളം ഈ ആരോപണത്തിന് യാതൊരു കഴമ്പും. അത് ശരിയാ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്യാഷ് ആയിട്ട് മതി എന്ന് മകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ക്യാഷ് ആയിട്ട് തന്നെയാണ്, അത് അടുക്കളയിലാണ് ക്യാഷ് വയ്ക്കാറ്, അവിടെ നിന്നാണ് എടുക്കാറ്, അതല്ലെങ്കിൽ ജിനി വഴി കൊടുത്തു വിടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ മണ്ണ് വാരി അടിക്കും ഞാൻ വായില്. അപ്പോൾ പോലീസ് അവരുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും എത്ര പൈസ അവിടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു അത് അവരെടുത്തിട്ട് വിഡ്രോ ചെയ്യണമല്ലോ. അത് മാത്രം തെളിയിച്ചാൽ മതിയല്ലോ. പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണം. ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദിയ മാം ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാന്ന്. പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ 3 പേരെ എനിക്ക് കാണണം, നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം, നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല, എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. എന്താ എനിക്ക് വയ്യ.